ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഗാർഡൻ സ്പ്രിങ്ക്ലർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ 3/4 ഇഞ്ചിൻ്റെ 2 കഷ്ണം PVC പൈപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിത് ഹോളിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോളിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ചെറിയ ഹോളിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3 മില്ലിയായിട്ടും താഴെയുള്ള ഹോളുകൾ ഇട്ട് കൊടുത്താൽ ഏറ്റവും നന്നായിരിക്കും. ഇപ്പോൾ ഈ ഹോൾ ഇടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഡ്രിൽ ബിറ്റോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രിൽ മെഷീനോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതൊരു ചെറിയൊരു സ്ക്രൂ ഉപയോഗിച്ചിട്ടോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള കത്രികയുടെ മുന ഉപയോഗിച്ചിട്ടൊക്കെ നമുക്കിത് ഹോൾ ചെയ്തെടുക്കാവുന്നതാണിത്. അപ്പോൾ വളരെ ചെറിയ ഹോൾ ഇടാനായിട്ട് അത് തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 3/4 ഇഞ്ചിൻ്റെ തന്നെ PVCയുടെ ഒരു 100 mm നീളത്തിലുള്ള ഒരു ചെറിയൊരു കഷ്ണം പൈപ്പാണ്. അതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. അതൊരു 1/2 മീറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ള ആ 3/4 ഇഞ്ചിൻ്റെ ആ ഒരു ചെറിയൊരു കഷ്ണം പൈപ്പ് നമ്മൾ ഇതിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു റിങ് ഉണ്ടാക്കിയെടുക്കണം. ഈ 1/2 ഇഞ്ച് പൈപ്പിലേക്ക് കയറ്റാൻ പാകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിങ്ങാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തുള്ളത്. ഇത് നമ്മൾ വീട്ടിൽ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രീഷ്യന്മാർ എൽബോ ഒക്കെ ഉപയോഗിക്കും 1/2 ഇഞ്ചിൻ്റെ. അതിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ 1/2 ഇഞ്ച് പൈപ്പിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ 3/4 ഇഞ്ച് PVCയുടെ ഒരു കഷ്ണം നമുക്കിതുപോലെ കയറ്റിയിട്ടിട്ട് നമുക്കതിൻ്റെ 1/2 ഇഞ്ചിൻ്റെ തലഭാഗം നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചൂടാക്കിയെടുത്തതിന് ശേഷം ഏതെങ്കിലും ഉരുണ്ട പ്രതലമുള്ള ഏതെങ്കിലും വസ്തു ഉപയോഗിച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണം. ഇതൊരു ലോക്ക് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്നത് ചൂടാക്കിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികു ഭാഗമൊക്കെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു എമരി പേപ്പറോ സാൻഡ് പേപ്പറോ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് സർഫസ് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ 3/4 ഇഞ്ച് ടീ നമ്മൾ മാറ്റി വെച്ചത് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം നമ്മൾ ടീയിലേക്ക് കയറ്റിയിട്ടതിന് ശേഷം നമ്മളതൊന്ന് കറക്കി നോക്കണം. ഫ്രീ ആയിട്ട് കറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ ഈ സ്പ്രിങ്ക്ലർ നമ്മൾ വാട്ടർ പ്രഷർ കൊടുക്കുമ്പോൾ തിരിയുകയുള്ളൂ. ഇനി നമുക്ക് ഈ PVC പൈപ്പിയുടെ 2 എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് 3/4 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ എൻഡ് ക്യാപ്പ് ഞാൻ PVC ഗം ഇട്ടിട്ട് ഞാനിത് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 പൈപ്പും നമുക്ക് ഇതുപോലെ ടീയിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഹോള് വരുന്ന ഓരോ പൈപ്പിൻ്റെയും ഭാഗം നമ്മൾ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കൊടുക്കണം. ഈ ഒരു പൈപ്പിൻ്റെ ഇപ്പോൾ ഈ ഭാഗത്തേക്കാണ് നിൽക്കുന്നതെങ്കിൽ അടുത്ത പൈപ്പ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം ആ ഹോള് വരാനായിട്ട്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗാർഡൻ ഹോസ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു കഷ്ണം ഗാർഡൻ ഹോസ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗാർഡനിൽ ഞാനൊരു കമ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പിയിലാണ് ഞാനിത് ഫിക്സ് ചെയ്യുന്നത്. ഞാനിതിന് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തൽക്കാലം ഞാനിത് ഫിക്സ് ചെയ്യണത്.
ഇത് നമ്മുടെ പൈപ്പാണ്, അത് സ്പ്രിംഗ്ലറിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള പൈപ്പിൻ്റെ ഒരു കഷ്ണമാണിത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിത് പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം നമുക്ക് ടാപ്പ് തുറന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്പ്രിംഗ്ലർ നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ്. അതായത് വേസ്റ്റിൽ നിന്ന് കിട്ടിയ പൈപ്പും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.